ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ പോപ്പുലേഷൻ ജനസംഖ്യ ലോകത്തിന്റെ 56% ബ്രിക്സ് രാജ്യങ്ങളുടെ ഇതാണ്. ബ്രിക്സ് എന്ന് പറയുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇത്രയും രാജ്യങ്ങളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 56% ലോകത്തിന്റെ. അതിൽ ഇന്ത്യ ചൈനയുടെ തന്നെ 1/3 ആണ് ഇന്ത്യ ചൈനയുടെ ജനസംഖ്യ തന്നെ. അപ്പോൾ ഇവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ലോകത്തിന് വലിയ ശക്തിയാണ് എന്നുള്ളതിൽ തർക്കമില്ല. അതിൽ റഷ്യ, ചൈന, ഇന്ത്യ തന്നെ ഒരുമിച്ച് നിന്നാൽ തന്നെ അതൊരു ഒരു നമ്മൾ ഫോഴ്സ് ഓഫ് നേച്ചർ എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു ശക്തിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ പുടിൻ ട്രംപിനെ ഇപ്പോൾ കാണാൻ പോകുന്നുണ്ട്. ഇവർ തമ്മിലൊരു മീറ്റിംഗ് അടുത്ത് തന്നെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മീറ്റിംഗ് എന്താണ് ഇതിൻ്റെ പ്രസക്തി? അതായത് ഇപ്പോഴത്തെ ഒരു ലോക സാഹചര്യം അറിയാം. അമേരിക്കക്കെതിരെ, റഷ്യക്കെതിരെ അമേരിക്ക വൻ പ്രതിനിധിയിലാണ്. അത് കഴിഞ്ഞ് ഇന്ത്യക്കെതിരെ വരെ അതിൻ്റെ റഷ്യയോടുള്ള കലിപ്പ് ഇന്ത്യയോടും കാണിക്കുകയാണ് 50%, ചൈനയോടും കാണിക്കുന്നു. അപ്പോൾ ഇവിടെ പുടിൻ ട്രംപിനെ കാണുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? പുടിൻ കാണാൻ പോകുന്നത് യുക്രൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മുൻനിർത്തിയാണ് എന്നാണ് പറയുന്നത്. അലാസ്കയിൽ വെച്ചിട്ടാണ് അവര് കൂടിക്കാഴ്ച നടത്തുന്നത്. ഓഗസ്റ്റ് 15-നാണ്. ഇനി അധികം ദിവസമില്ല, ഇനി എത്തി എന്ന് പറയുന്നത് പോലെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്നാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഇപ്പോൾ പുടിനെ കാണുമെന്ന് ട്രംപ് തന്നെയാണ് ട്രൂത്ത് സോഷ്യൽ വഴി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതോടുകൂടി വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും, ട്രംപ് ആഗ്രഹിച്ചതിൽ ഒരു കാര്യം നടക്കാൻ പോവുകയാണോ? അതായത് ട്രംപ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നിർത്തുകയും നൊബേൽ പ്രൈസിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആദ്യം തീർക്കുമെന്ന് പറഞ്ഞ യുദ്ധമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പലതവണ ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ല. ഫലവത്താവാതിരുന്നതോടുകൂടിയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഇതിനു മുമ്പ് അവരുടെ പ്രതിനിധി വിറ്റ്കോഫ് അവിടെ പോയി പുടിനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ ഡോവലും പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പല നീക്കങ്ങളും ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും പുറത്തു വിടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം എല്ലാം തന്നെ വിശദമായി പുറത്തേക്ക് വരാത്തതും. സെലൻസ്കി ഉൾപ്പെടുന്ന നോബൽ പ്രൈസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഈ നോബൽ പ്രൈസിന്റെ ഒരു കഴിഞ്ഞ ദിവസം ഇവരുടെ പ്രസ് സെക്രട്ടറി, അതായത് ട്രംപ് വർണ്ണിച്ചതൊക്കെ കണ്ടായിരിക്കുമല്ലോ, മെഷീൻ ഗൺ എന്നൊക്കെ പറഞ്ഞ് അവര് ട്രംപിന് വേണ്ടി വാദിച്ചിരുന്നു. അതായത് ട്രംപ് 6ഓളം യുദ്ധസ്ഥലത്ത് ഈ സംഘർഷങ്ങൾ ഇല്ലാതാക്കി. അത് ഇന്ത്യ പാകിസ്ഥാനൊക്കെ വരുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ഈ സ്കൂളിലൊക്കെ ഈ ടീച്ചർമാര്, അതായത് ഇദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രംപ് അപ്പുറത്തൊരു സ്കൂൾ കുട്ടി ഇരിക്കുന്ന പോലെ, അതായത് ഈ ഇങ്ങനെ മുടിയൊക്കെ ചീവി ഒതുക്കി ഇങ്ങനെ നല്ല കുട്ടി കെട്ടിരിക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ സ്കൂളിൽ ഈ ചില ടീച്ചർമാരുടെ മക്കളുണ്ടായിരിക്കും, ചട്ടമ്പികളായിരിക്കും ഇവന്മാര് ബാക്കിയുള്ളവരെല്ലാം പിടിച്ചടിക്കും. പക്ഷെ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ, ടീച്ചറിന്റെ മുമ്പിലൊക്കെ ഇവർ ഇങ്ങനെ ഇരിക്കും, ഇതെല്ലാം ഒപ്പിച്ചിട്ട്. അപ്പൊ ഇവരെന്നിട്ട് പറയുകയാണ്, അത് ഇദ്ദേഹം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ട്രംപ് എപ്പോഴും കുട്ടിയാണെന്ന്. കാരണം ഈ ഇപ്പൊ ഒരു കളിപ്പാട്ടം വേണം, അതിന്റെ പേരാണ് നോബൽ പ്രൈസ്. അപ്പൊ ഇത് ഏത് വിധേന അതിന് ഇവരെ കൊണ്ട് പറയിപ്പിക്കുക. ഈ അമ്മമാര് വന്ന് പറയുമല്ലോ ഇങ്ങനെ, മറ്റേ എന്റെ മോൻ അതൊക്കെ ചെയ്തിട്ട് അവനത് കൊടുക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്ന പോലെ, കലോത്സവത്തിന് അമ്മമാര് തമ്മിലടിക്കുന്ന പോലെ വന്ന് ചോദിക്കുകയാണ്, ഇത് കൊടുക്കണം, അത് കൊടുക്കാത്ത. അപ്പൊ ഇയാൾ അവിടെ അപ്പുറത്ത് മാറിയിരുന്ന് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ നിഷ്കളങ്കനായിട്ടിരിക്കുക. ഇതെന്ത് നമ്മൾ സാധാരണ സിനിമകളിലോ അല്ലെങ്കിൽ കാർട്ടൂണിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഇങ്ങനത്തെ ഒരാളൊക്കെ ആവുന്നത്. ഇത് ലോകത്തിൽ ഇപ്പൊ നടക്കുകയാണെന്നുള്ളത് ഒരു, അതായത് അതിൽ വേറൊരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളി നോക്കാറുണ്ട്. അതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യുക്രൈനിയൻ പ്രസിഡന്റ് ആണ് കൊമേഡിയൻ എന്നുള്ള നിലയിൽ നിന്ന് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. പക്ഷെ ആ മൂപ്പരെ സംബന്ധിച്ച് ഇപ്പൊ ആരും കൊമേഡിയൻ ആണെന്ന് ഓർക്കാറേ ഇല്ല. നേരെ തിരിച്ച് ഇപ്പുറത്ത് ട്രംപ് കൊമേഡിയൻ ആയിട്ട് സ്വയം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ അമേരിക്ക പോലുള്ള രാജ്യത്ത് അവർ ഭയങ്കര പാട്രിയോട്സും കൂടിയാണ് അമേരിക്കക്കാർ. അവരുടെ രാജ്യത്തോട് ഭയങ്കര അഭിമാനമാണ്. അവർ ലോക പോലീസ് കളിക്കാനൊക്കെ അവർക്ക് ഈ അവിടുത്തെ ജനങ്ങളിലും ഉണ്ട് അത്തരത്തിലുള്ള വികാരം, നമ്മൾ അങ്ങനെ ലോകത്തിനെ കൺട്രോൾ ചെയ്യണമെന്നൊക്കെ. അപ്പൊ അവരിപ്പോ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ എത്രത്തോളം ആയിരിക്കും ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മുടെ രാജ്യത്താണ് രാഹുൽ ഗാന്ധി ഭരണത്തിൽ വരുന്ന പോലെ അതിന്റെയോ എത്രയോ 100 മടങ്ങാണ്, അതിന്റെ ഒരു ശതത്തിന്റെ 100 മടങ്ങാണ് അമേരിക്കയിൽ, അല്ലേ? അതെ, നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് അതൊരു ഇതാണ്, വന്നേക്കാം, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. രാഹുൽ ഗാന്ധി ഭരണത്തിൽ വന്നപ്പോൾ ഇത്രയും ഉണ്ടാവൂല. ഇത് എന്ന് പറഞ്ഞാൽ മണ്ടത്തരങ്ങൾ മാത്രം, ഇത് മണ്ടത്തരം മാത്രമല്ല, വീമ്പിളക്കലും SPD എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ഇവര് തമ്മിലുള്ള
ഈ ഒരു ചർച്ച വലിയൊരു പോരാട്ടമാണ്, ആശയപരമായിട്ടുള്ള പോരാട്ടം, വാക്ക് പോരാട്ടം ഒക്കെ നടന്നതിന് ശേഷമാണ് ഈ രണ്ടളിയന്മാരും തമ്മിൽ ഒരേ ടേബിളിന് മുമ്പിൽ പരസ്പരം ഇരുന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഈ സംസാരിക്കാൻ പോകുമ്പോൾ ട്രംപിന്റെ മനസ്സിലുള്ള സ്വാഭാവികമായി ഈ നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ മൂപ്പര് വന്ന് ആദ്യം പറഞ്ഞ കാര്യം അല്ല, കിളി പോയതാണ് അങ്ങേർക്ക്. നമ്മൾ ചിരിച്ചിട്ട് കാര്യമില്ല. ഈ വയസ്സാവുമ്പോഴേക്കും ചിലർക്ക് കിളി പോവും. അല്ല, വയസ്സാകുമ്പോ കുട്ടികളെ പോലെ ആവുന്ന വേണോ ഈ സാധനം? ഇത് കുട്ടി ചില ഒരു വെകിളി പിടിച്ച കുട്ടി എന്ന് പറയാം. ഒരുപക്ഷെ കിളി തന്നെ പോയി എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. അങ്ങനെ അതിന്റെ മോളിൽ നിന്ന് കാണിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് മിസൈൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാ പറഞ്ഞ പ്രസ്സിനോട് പറയാണ് ഈ ആക്ഷനില്. ഈ ട്രംപ് ഒരു ദിവസം ഈ ഒരു പ്രസംഗം നടത്തിയൊരു ഇതുണ്ടായിരുന്നു. അതായത് അദ്ദേഹം ആദ്യത്തെ ട്രംപിന്റെ 1ാം ടേമില് അതിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഈ ബാറ്റ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ, ഡാർക്ക് നൈറ്റ് റൈസസ് എന്ന് പറഞ്ഞൊരു സിനിമയിലെ വില്ലൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്, അമേരിക്ക മൊത്തം പിടിച്ചടക്കിയിട്ട്. ആ പ്രസംഗം എടുത്ത് അതേപടി പകർത്തി ആണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മെച്യൂരിറ്റി, ബൗദ്ധികമായിട്ടുള്ള മെച്യൂരിറ്റി നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കുക. മോദിയോ പിണറായി വിജയനോ ഒക്കെ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഒരു സിനിമ ഡയലോഗ് മൊത്തം എഴുതിയെടുത്തിട്ട് ഇരുന്ന് വായിക്കുന്ന. ഇപ്പൊ നമുക്ക് പിണറായി വിജയൻ ഡയലോഗ് നമ്മൾ പറയാറുണ്ട് അല്ലേ, തിരിച്ച് എന്താണ് വിരട്ടലൊന്നും. പക്ഷെ വന്നിട്ട് ഒരു ദിവസം പിണറായി വിജയൻ പറയാണ്, നിന്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ ചിത കത്തുന്നവരെ നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമെന്നുള്ള വ്യാമോഹം അതിമോഹമാണ് എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞ നമുക്ക് തോന്നൂലേ എന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ മോദി വന്നിരുന്ന് പറയാണ്, എന്താ മോദിക്കോ പകട്നാ മുഷ്കിൽ നഹി നാ മുംകിൻ ഹൈ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു അയ്യോ എന്തോ ഒരു പ്രശ്നമുണ്ട്, നടത്തിക്കൊണ്ടുപോയി വണ്ടിക്ക് കൊണ്ടുപോകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇവർ തമ്മിലുള്ള ഈ ഒരു ചർച്ച നടക്കുമ്പോഴേ അതിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ലുഹാൻസ്, ഡൊണറ്റ്സ്ക്, സപ്പോരിജിയ, കെർസൺ എന്നിങ്ങനെയുള്ള 4 യുക്രൈനിയൻ പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ 2010 പ്രദേശങ്ങളും 2014 റഷ്യ പിടിച്ചടക്കിയിട്ടുള്ള ക്രിമിയയും പുടിൻ വേണമെന്ന് ആവശ്യപ്പെടും. ഈ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം അവരുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പ്രദേശങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങൾ തന്നെയായിരിക്കും. അതല്ലെങ്കിൽ പുടിനെ പോലെ ഒരു പ്രസിഡന്റ് ആ പ്രദേശങ്ങൾ വേണമെന്ന് പറയാനുള്ള സാധ്യത കുറവാണ്. അപ്പം ആ ഒരു കാര്യങ്ങൾ അവകാശപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന അവകാശപ്പെട്ട എല്ലാ പ്രദേശങ്ങളും റഷ്യൻ സൈന്യം പൂർണ്ണമായും നിയന്ത്രിക്കാത്ത ഇടങ്ങൾ കൂടിയാണ്. അപ്പം നിയന്ത്രിക്കുന്ന ഇടങ്ങൾ സ്വാഭാവികമായിട്ടും കൈവശം ഉണ്ടാകും. അതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന 4 പ്രദേശങ്ങളും ഈ 2014 റഷ്യ പിടിച്ചടക്കിയിട്ടുള്ള ക്രിമിയയും ചേർത്തിട്ട് 5 ഭൂപ്രദേശങ്ങൾ റഷ്യ ആവശ്യപ്പെടുമെന്നുള്ളതാണ്. അതിലേക്ക് സെലൻസ്കി വന്ന് വീഴുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. പക്ഷേ സെലൻസ്കിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് ട്രംപും കൂടി പറയുകയാണ് ഇത് വിട്ടുകൊടുക്കാൻ. ട്രംപ് പറയുന്നുണ്ട് അവരും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. അതായത് ഇതുവരെ യുക്രൈന് ഫണ്ട് കൊടുത്തത് അമേരിക്ക, അതെ, യുക്രൈന് ആയുധം കൊടുത്തത് അമേരിക്ക, നീ പോയി അടിക്കട എന്ന് പറഞ്ഞത് അമേരിക്ക. അവസാനം കാല് മാറിയിട്ട് ട്രംപ് പറയുകയാണ് പുടിൻ പറയുന്നിടത്ത് നീ വന്ന് നിൽക്കണം സെലൻസ്കി, ഇല്ലെങ്കിൽ ഈ കാര്യം നടപടിയാവില്ല, ഇല്ലെങ്കിൽ എനിക്ക് നൊബേൽ കിട്ടൂല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ ഫണ്ടും ആയുധങ്ങളും കിട്ടിയില്ലെങ്കിൽ യുക്രൈന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സഖ്യരാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന ഫണ്ടുകളായാലും ആയുധങ്ങളായാലും നിലച്ചു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നാണം കെടലിനേക്കാൾ നല്ലത് ട്രംപ് പറയുന്നിടത്ത് വന്ന് നിൽക്കുക എന്നുള്ളതായിരിക്കാനാണ് സാധ്യത. പക്ഷെ അത് സെലൻസ്കിയെ സംബന്ധിച്ച് സെലൻസ്കി ഒരിക്കൽ ട്രംപുമായിട്ട് അടിയിട്ട് തിരിച്ചു പോയതാണ്. വേഷവിധാനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇങ്ങനെ വരണം എന്നൊക്കെ ശാഠ്യം പിടിച്ച ട്രംപിനോട് എനിക്ക് അന്നേരം വളരെ പുച്ഛം തോന്നിയിട്ടുണ്ട്. കാരണം ആ നാട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കോട്ടും സ്യൂട്ടും ഇട്ട് വന്നിരുന്ന ചർച്ചയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു വേള സെലൻസ്കി പോലും ആയുധം എടുത്തുകൊണ്ട് ഇറങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ നാട്ടില്. ഇപ്പോൾ ഇവരുടെ നാറ്റോ നേഷൻസ് ഒക്കെ കൂടെ കൊടുക്കുന്ന ഈ ഫണ്ടും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രദേശങ്ങൾ വേണമെന്ന് പുടിൻ ആവശ്യപ്പെടുക തന്നെ ചെയ്യും.
പുടിനെ സംബന്ധിച്ച് അവിടെ പല പദ്ധതികളും ഉണ്ടാവുകയും ചെയ്യും. ഈ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ ഇതും കൂടി ആകുമ്പോൾ യുക്രൈൻ്റെ ഒരു ഭൂരിഭാഗം പ്രദേശവും റഷ്യയുടെ അധീനതയിലേക്ക് വരും. ട്രംപിനെ സംബന്ധിച്ച് വിശ്വസിക്കാൻ കൊള്ളും. നമ്മളിപ്പം തന്നെ പറഞ്ഞ പോലെ കിളി പോയ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ കൊച്ചുകുട്ടിയുടെ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ, അങ്ങേർക്ക് നൊബേൽ പ്രൈസ്. ഞാൻ പറഞ്ഞതിൽ ആദ്യത്തെ വാഗ്ദാനം ഞാൻ പാലിച്ചു. നാട്ടുകാരെ നിങ്ങൾ കേൾക്കണം, യുക്രൈൻ റഷ്യ യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒരു താല്പര്യങ്ങളും ആ പറയുന്ന കിളിപോയ മനുഷ്യന് എന്തായാലും ഉണ്ടാവില്ല. നട്ടപ്രാന്താണ്, പിടിച്ചകത്തിടണം എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. സാധാരണക്കാരൻ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളത് തന്നെ പറയുന്നുണ്ട് വലിയ പുകിലായാലും. എന്ന് മാത്രമല്ല, നമ്മൾ ഇവിടുത്തെ പോലെ ഇല്ല. ഇദ്ദേഹത്തിന് ഇനി അവസാന ടേമാണ്. ഇനി ഇദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റില്ല. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ 2 തവണ വന്നു. നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഇതല്ലല്ലോ അവിടെ ഉള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അവസാനത്തെ ടേമാണ്. അപ്പൊ ഇദ്ദേഹം അങ്ങ് അർമാദിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അവസാനം അമേരിക്ക പോലെ ഒരു രാജ്യത്തെ നശിപ്പിച്ചു വെച്ച പ്രസിഡന്റ് എന്നുള്ള പേരിലേക്ക് അറിയപ്പെടാനുള്ള സാധ്യതയുണ്ട്. 6 മാസമായതേ ഉള്ളൂ. 6 മാസമായോ? ഇനിയും കിടക്ക 3 അനുഭവിക്കട്ടെ അമേരിക്കക്കാര്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് യുക്രൈൻ ചില കാര്യങ്ങളൊക്കെ സമ്മതിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞെങ്കിലും പക്ഷെ ഈ പറയുന്ന 5-1, അതായത് 5-1 പ്രദേശം വിട്ടുകൊടുക്കുകയാണ് യുക്രൈന്റെ. അത്രയും പ്രദേശം വിട്ടുകൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ യുക്രൈനെ സംബന്ധിച്ച് വളരെ വേദനാജനകമായിട്ടുള്ള, ഏറെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം കാര്യമാണ്. ഇതെല്ലാം തന്നെ ഇവരെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പുടിനും ട്രംപും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച 2-1 എന്ന് പറയുന്നതിലേ അവസാനിക്കുകയുള്ളൂ. ഇനിയൊരു ഇത് പാളിപ്പോയാലും ഒരുപക്ഷെ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. കാരണം ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ 2 രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ അതിനു മുമ്പ് പ്രതിനിധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും സംസാരിച്ച് വെച്ചതിന് ശേഷമാണ് ഈ കൂടിക്കാഴ്ച. ഇതിനപ്പുറത്തേക്ക് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇല്ല എന്നുള്ളത് പുടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത, ആ ഒരു കാര്യം പറയാനുള്ള സാധ്യതയും കൂടുതലാണ്. പുടിനും ഇത് നീട്ടിക്കൊണ്ട് പോകാനുള്ള താല്പര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് നേരെ നീ വിരലോങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ വിരൽ ചെത്തും. അതാണ് പുടിൻ്റെയും ഒരു നയം. അപ്പോൾ പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളത് ട്രംപിനും അറിയാം. കൂടുതൽ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ട്രംപിന് തന്നെ അത് ദോഷവും ചെയ്യും. അപ്പോൾ ആ രീതിയിലേക്ക് നോക്കുമ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ വിട്ടുകൊടുക്കുമോ, അതിലിനി ഏത് തരത്തിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടാകും, അലസി പിരിഞ്ഞു പോവുക, ജോജിയും ഞാനും വീണ്ടും അടിച്ച് പിരിയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.